ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കേരളത്തോട് യാത്ര പറയുകയാണ്. അദ്ദേഹം ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം അദ്ദേഹം മടങ്ങുന്ന സാഹചര്യം ആണ് ഉള്ളത്. പിണറായി വിജയൻ സർക്കാരുമായി തുടർച്ചയായി ഉണ്ടായ നേർക്കുനേർ ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ആണ് ഈ ഔദ്യോഗികമായ യാത്രയയപ്പ് അടക്കം നൽകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ പി സദാശിവം ഗവർണർ ആയിരുന്ന സമയത്ത് നമുക്കറിയാം ഹൃദ്യമായൊരു യാത്രയയപ്പ് ആയിരുന്നു സംസ്ഥാനം നൽകിയത്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റതിനു ശേഷം തുടർച്ചയായ വാദപ്രതിവാദങ്ങളും ഏറ്റുമുട്ടലുകളുമാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഈ സർക്കാരിന് നൽകുന്ന, അതായത് ഗവർണറിന്റെ വിരുന്നിൽ പോലും സർക്കാർ പ്രതിനിധി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി ഒക്കെയാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഒന്നും പങ്കെടുത്തില്ല. അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അത്തരത്തിൽ തന്നെയാണ്. ഗവർണർ നടത്തുന്ന എല്ലാ ചടങ്ങുകളിൽ നിന്നും സർക്കാർ വിട്ടുനിൽക്കുന്നു. സർക്കാർ ചടങ്ങുകളിൽ പ്രോട്ടോകോൾ പ്രകാരം ഗവർണർ പങ്കെടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. ഇപ്പോഴിതാ ഗവർണർ സംസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. ചുമതലയൊഴിഞ്ഞതിന് ശേഷമുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കം ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം നേരെ ഡൽഹിയിലേക്കാണ് പുറപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് എന്തായാലും യാത്ര അയക്കാനോ വിമാനത്താവളത്തിലോ ഒന്നും തന്നെ ആരും സർക്കാരിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ മന്ത്രിമാർ ആരും തന്നെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉന്നത ഉദ്യോഗസ്ഥർ എത്തി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ അദ്ദേഹം അടുത്ത ബീഹാറിൻ്റെ ഗവർണറായിട്ടാണ് ഇനി ചുമതലയേൽക്കുന്നത്. അതിന് മുന്നോടിയായി ഡൽഹിയിലേക്ക് പുറപ്പെടുന്നു. ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, ഏറെ വിവാദങ്ങൾ, സംഘർഷങ്ങൾ, വാദപ്രതിവാദങ്ങൾ, അതിന് എല്ലാം വിരാമമായി എന്ന് നമുക്ക് സാങ്കേതികമായി പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും നിലവിൽ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ഒരു ഏറ്റുമുട്ടൽ അവസാനിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം സംസ്ഥാനത്ത് നിന്ന് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വിവരങ്ങൾ അഭിലാഷ്, ഇവിടേക്ക് ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെത്തി ഗവർണറോട് ഔദ്യോഗികമായ യാത്രയപ്പിന്റെ ഭാഗമായി അവർ രാജ്ഭവനിലേക്ക് എത്തുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഗവർണർക്ക് രാജ്ഭവന്റെ ഈ പ്രധാന കവാടത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയായിരിക്കും അദ്ദേഹത്തെ യാത്രയാക്കുക. 11:30 അദ്ദേഹം ഈ പ്രധാന കവാടത്തിലൂടെ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് വേണ്ടി എത്തും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ട പരിശീലനം പരിപാടികളൊക്കെയാണ് അവസാനവട്ടം, അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ പ്രധാന കവാടത്തിൽ പുരോഗമിക്കുന്നത്. ഭരണ പ്രതിനിധികളായി മുഖ്യമന്ത്രിയോ മറ്റ് മന്ത്രിമാരോ ആരും തന്നെ, രാഷ്ട്രീയ പ്രതിനിധികളായി ആരും തന്നെ അദ്ദേഹത്തെ കാണുന്നതിനോ അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നതിനോ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനം. ജില്ലാ കളക്ടർ അനുകുമാരി, അതോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ചുമതലയുള്ള ജി സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ചില മതമേലധ്യക്ഷന്മാരും രാവിലെ രാജ്ഭവനിലെത്തി ഗവർണർക്ക് ആശംസകൾ നേർന്നിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ സമയം കൂടി മാത്രമായിരിക്കും അദ്ദേഹം ഈ രാജ്ഭവനിൽ ഉണ്ടായിരിക്കുക. 11:30 അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ വിമാനത്താവളത്തിലേക്ക് കടന്നുപോകും. നമുക്കറിയാം CRPFന്റെ സുരക്ഷ ഒരുക്കുന്ന തരത്തിലേക്ക് വരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾ മാറിയത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ച സാഹചര്യമുണ്ടായിരുന്നു. 2019 സെപ്റ്റംബർ 6 അദ്ദേഹം ഇവിടെ ഗവർണറായി ചുമതല ഏറ്റെടുക്കുന്ന സമയം മുതൽ, 22ാമത് കേരളത്തിലെ ഗവർണറായി ചുമതല ഏറ്റെടുക്കുന്ന സമയം മുതൽ സമാനതകളില്ലാത്ത വിവാദങ്ങളാണ് അത് വരുത്തിവെച്ചത്. സർക്കാരുമായി നേർക്കുനേർ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങൾ ഇടത് വിദ്യാർത്ഥി സംഘടനയായ, യുവജന സംഘടനയായ SFI ഉൾപ്പെടെയുള്ള സംഘടനകളുമായി തെരുവിൽ ആക്രോശിക്കുന്ന ഗവർണറെ നമ്മൾ കണ്ടതാണ്. ഗവർണർക്കെതിരെ തുടർച്ചയായ മുദ്രാവാക്യ വിളികൾ, കേരള യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോടുമൊക്കെ അദ്ദേഹത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ, അതൊക്കെ കേരളം വലിയ തരത്തിൽ ചർച്ച ചെയ്തതാണ്. അപ്പോഴും ജനാധിപത്യ സ്വഭാവം ചില കാര്യങ്ങളിലൊക്കെ കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുന്നതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്ത നിലപാട്, അദ്ദേഹത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ പല സംഭവങ്ങൾ ഉണ്ടായ സമയങ്ങളിലും ആ സ്ഥലങ്ങളിൽ തന്നെ നേരിട്ട് എത്തി ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വേദനയിൽ അവരെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാം നമ്മുടെ നാടിനെ മുഴുവൻ വേദനയിലാഴ്ത്തിയ ഉത്തര കൊലപാതകം ഉൾപ്പെടെയുള്ള ചില സന്ദർഭങ്ങളിൽ ആ കുടുംബങ്ങളിൽ എത്തി ആ കുടുംബാംഗങ്ങളുടെ ദുഃഖം നേരിട്ട് കേട്ട് വേണ്ടത് ചെയ്യാമെന്ന് അവർക്ക് ഉറപ്പ് നൽകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് അടക്കം, അതായത് വയനാട് വെറ്ററിനറി സർവകലാശാലയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു.
അവന്റെ കുടുംബാംഗങ്ങളെ വരെ ഗവർണർ നേരിട്ട് കാണുകയും അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി രാജ്ഭവനിൽ നിന്ന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ തരത്തിലുള്ള നിയമസഹായവും ഉറപ്പുവരുത്തുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിലപാടെടുത്തത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. സമാനമായ തരത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന് വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളാണ് ഒരുപക്ഷെ സർക്കാരുമായി ഉണ്ടായ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് വഴി തുറന്നത്. അതോടൊപ്പം ഒന്നാം പിണറായി സർക്കാരിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയ സ്വർണ്ണക്കടത്ത് വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയനിഴലിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അത് ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയതോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ വഷളായത്. അത് നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് മാറുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് പിന്നീട് കേരള രാഷ്ട്രീയം കണ്ടത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞയാഴ്ച കേരള സർവകലാശാല ആസ്ഥാനത്ത് സംസ്കൃത വിഭാഗം നടത്തിയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 2.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഗവർണർ ഗോ ബാക്ക് വിളികളുമായി അദ്ദേഹത്തിന് ചുറ്റും തടിച്ചുകൂടിയ പ്രതിഷേധക്കാർക്ക് നടുവിലൂടെയാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയത്. അതിനു പിന്നാലെയാണ് അദ്ദേഹം ക്രിസ്മസ് വിരുന്നൊരുക്കിയത്. ആ ക്രിസ്മസ് വിരുന്നിൽ നിന്നാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വിയോജിപ്പ് പരസ്യമാക്കി വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ടായത്. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ബീഹാറിന്റെ 30ാമത് ഗവർണറായി നിയമിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് പകരക്കാരനായി ബീഹാറിന്റെ ചുമതലയുണ്ടായിരുന്ന വിശ്വനാഥ് അലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ് അലേക്കർ, അദ്ദേഹം അടുത്ത ദിവസം 1-ാം തീയതി തന്നെ തലസ്ഥാനത്തെത്തും. 2-ാം തീയതി ആയിരിക്കും രാജ്ഭവനിൽ ഔദ്യോഗികമായി. എന്തായാലും ഗവർണറായി ചുമതലയേറ്റതിന് ശേഷം ആദ്യം സർക്കാരുമായി യോജിച്ചു പോയിരുന്നുവെങ്കിൽ പിന്നീട് വലിയ വിയോജിപ്പുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗവർണറുടെ പല നിലപാടുകളും സർക്കാർ വിമർശിക്കുന്നു, സർക്കാരിന്റെ നിലപാടുകളെ ഗവർണർ വിമർശിക്കുന്നു. അങ്ങനെ ഗവർണറുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഗവർണറെ പിന്തുണച്ചവരും എതിർത്തവരും പൊതുസമൂഹത്തിനും ഉണ്ടാകുന്ന വളരെ വിചിത്രമായ ഒരു സാഹചര്യം ആയിരുന്നു. എന്തായാലും ഗവർണർ മടങ്ങുകയാണ് ബീഹാറിന്റെ ചുമതലയിലേക്ക്. ഇനി പുതിയ ഗവർണർ അടുത്ത വ്യാഴാഴ്ച ചുമതലയേൽക്കും.